സംസ്ഥാന സ്കൂൾ കായികമേള വേദിയിലെത്തി ഒളിമ്പ്യൻ PR ശ്രീജേഷ്. കുട്ടികളുടെ പരിശീലനത്തിനായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നും സ്കൂൾ ഒളിമ്പിക്സ് ഒരു ചവിട്ടുപടിയാണെന്നും PR ശ്രീജേഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്ന വേദിയിൽ നമ്മുടെ മലയാളികളുടെ അഭിമാനം ശ്രീജേഷ് കൂടി എത്തിയിരിക്കുകയാണ്. കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അല്ല, കുട്ടികളോട് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു ചവിട്ടുപടിയായിട്ട് കാണുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതാണ് നിങ്ങൾ മുമ്പിലേക്ക് നയിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടെ കിട്ടുന്ന മെഡലുകൾ നിങ്ങളുടെ മുമ്പിലേക്കുള്ള യാത്രകളിലേക്ക് ഒരു പ്രചോദനമാകണം. ഒളിമ്പിക്സിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രഷർ വന്നു, അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒളിമ്പിക്സിൽ ഇതുപോലെ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിൽക്കുമ്പോൾ എനിക്ക് എത്ര പ്രഷർ ഉണ്ടാകാം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ മെഡൽ കിട്ടാൻ വേണ്ടി എനിക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം, അത് മനസ്സിലാക്കാനുള്ള ഒരു നല്ലൊരു വേദിയാണിത്. കുട്ടികളൊക്കെ പലരും പലതരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തെത്തിയവരാണ്. ചെറിയ കുട്ടികൾ മുതൽ അവർ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കയറി വരാൻ വേണ്ടി. അപ്പോൾ എന്താണ് അത്തരം അധികാരികളോട് പറയാനുള്ളത്? ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് എന്തായാലും എല്ലാവർക്കും കൊടുത്തേ പറ്റില്ല. അത് സ്പോർട്സിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇപ്പം ട്രാക്ക് ആണെങ്കിലും, അല്ലെങ്കിൽ ആഷോ ടർഫ് ആണെങ്കിലും, അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആണെങ്കിലും, ഏത് ഈവൻറ്റിനാണെങ്കിലും നമുക്ക് ബേസിക് ഫെസിലിറ്റീസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് കൊടുക്കാത്തോടത്തോളം കാലം നമുക്ക് ഒരിക്കലും വലിയൊരു പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ ഒരു മീറ്റിലാണ് വളരെയധികം റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യപ്പെട്ടത്. അതെ. അപ്പം അത് മിതമായ സാഹചര്യത്തിൽ നിന്നും വളർന്നു വന്ന കുട്ടികൾ ഇത്രയും റെക്കോർഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ നല്ലൊരു ഫെസിലിറ്റീസ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എന്തായാലും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, കുട്ടികൾക്ക് കുറച്ചുകൂടി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് നൽകുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയും ഇതിനേക്കാൾ കൂടുതൽ റെക്കോർഡുകൾ പിറക്കും എന്നുള്ളത് തന്നെയാണ് ശ്രീജേഷും സൂചിപ്പിക്കുന്നത്. അനൂപിനൊപ്പം വി. സോണകൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.